Hi friends, എല്ലാവർക്കും സമ്പസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. അതിപ്പോൾ എന്നെക്കാട്ടി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും ഒരുപാട് അനുഭവ സമ്പത്തുള്ളത് ഒട്ടനവധി പേരുണ്ട്. അങ്ങനെയുള്ളവരെക്കാൾ പുതുതായി ഈ മേഖലയിലോട്ട് കടന്നു വരുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ വീഡിയോയും കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. കാരണം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇതിനെക്കുറിച്ച് ഓൾറെഡി അറിയാവുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തുടക്കക്കാർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണകളോ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഇപ്പോൾ ഒട്ടനവധി പേര് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും ഓരോ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാൻ എൻ്റെ ലവ് ബേഡ്സിൻ്റെ കോളനിയിൽ ചെയ്തൊരു തെറ്റ്, എനിക്ക് പറ്റിയൊരു അബദ്ധം. അത് നിങ്ങൾക്കും ഉണ്ടാവാൻ നല്ല ചാൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റ് ഉണ്ടാവാതിരിക്കട്ടെ, അതുകൊണ്ട് എനിക്കുണ്ടായ ദോഷങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയാറുണ്ട് കലങ്ങൾ അവരുടെ ബോക്സുകൾ ഒരു മിനിമം ഒരടിയെങ്കിലും ഗ്യാപ്പിട്ട് കെട്ടി വെക്കണമെന്നുള്ളത്. ഒരടി ഗ്യാപ്പെങ്കിലും രണ്ട് കലങ്ങൾ തമ്മിൽ വേണം. പക്ഷേ ഇവിടെ സ്ഥലപരിമിതി കാരണം നമ്മൾ മിക്കവരും അടുപ്പിച്ചടുപ്പിച്ച് കലങ്ങൾ കെട്ടിവെക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടായ എനിക്കൊരു പണി കിട്ടിയതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് നമ്മുടെ മുന്നിലുള്ള വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കോർണർ ഇരിക്കുന്ന കലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കലവും അതിൻ്റെ താഴെയായിട്ട് മറ്റൊരു കലവും ഉണ്ടായിരുന്നു. അതിൽ മൂന്നിലും ബേഡ് എഗ് ചെയ്ത് കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഈ കലങ്ങൾ തമ്മിൽ കഷ്ടിച്ചൊരടി ഗ്യാപ്പ് ഇല്ലായിരുന്നു. ഏകദേശം 3/4 അടിയോളം ഗ്യാപ്പേ ഉള്ളായിരുന്നു ഈ കലങ്ങൾ തമ്മിൽ. അതുകൊണ്ട് തന്നെ ആ ഫീമെയിൽസ്, ഈ ഒരു മെയിലും ഫീമെയിലുമാണ്, ഇവരാണ് ഈ കോളനിയിലെ ഏറ്റവും വലിയ പ്രശ്നക്കാർ. ഇവരുടെ എഗ്ഗ് അടയിരിക്കുന്ന സമയത്തെല്ലാം കലത്തിനകത്തിലായിരുന്നു. ആ ഒരു സമയങ്ങളിലൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. ഇവർ ആദ്യമായിട്ടാണ് ഇവിടെ എഗ്ഗ് ചെയ്യുന്നത്. ഇവിടെ തന്നെ വിരിഞ്ഞ 2 ചിക്സ് ആയിരുന്നു. അവർ ഫസ്റ്റ് എഗ്ഗിങ് ആണ്. അവരുടെ എഗ്ഗ് വിരിഞ്ഞ് കഴിഞ്ഞ് ചിക്സ് ഒരു 2 വീക്ക് പ്രായമായപ്പോൾ പാരൻസ് വെളിയിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവർ തമ്മിൽ ഫൈറ്റും ഉണ്ടായി. ഈ ഒരു പാരൻസ്, പ്രത്യേകിച്ച് ആ ഒരു ഫീമെയിൽ, അതിൻ്റെ 2 അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിരുന്ന കലങ്ങളിലെ മെയിലിനെ ഫീമെയിലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ഇവരാണ് അതിനകത്ത് ഒരു പെയർ. ഇവരെ എനിക്ക് ഇങ്ങോട്ട് മാറ്റേണ്ടി വന്നു. അതാണ് എനിക്ക് കോളനിയിൽ ലാസ്റ്റ് കിട്ടിയ ഏറ്റവും വലിയൊരു പണി. നമുക്കങ്ങനെ ഇൻഡിവിജ്വൽ കേജായിട്ട്, ഈ കേജ് കണ്ടറിയാം, കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പെയർ ആക്കാൻ വേണ്ടി ബേഡ്സിന് ഇട്ടിരുന്നൊരു കേജാണ്. അപ്പോൾ അവരെ നമ്മൾ പെയർ ആയായിരുന്നു. അപ്പോൾ അവരെ പിടിച്ച് മാറ്റിയിട്ട് ഈ പെയറിനെ നമ്മൾ ഇതിനകത്തോട്ടായി ഇവരുടെ കുഞ്ഞും കലവും ഉൾപ്പെടെ അഴിച്ചു മാറ്റി നമ്മൾ ഈ കേജിലോട്ട് വെക്കേണ്ടി വന്നു. ഈ ഒരു മെയിലിനെ സാമാന്യം നല്ലപോലെ ആ ഫീമെയിൽ അറ്റാക്ക് ചെയ്തിരുന്നു. സെക്കൻഡ് പെയർ ഇവരാണ്. ഇവരെ ഞാനിപ്പോൾ വേറൊരു കേജിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ആ 2 പേരെ മാറ്റുന്നതിന് പകരം ആ ഒരു ബേഡിനെ മാറ്റിയാൽ പോരായിരുന്നു. അത് കാരണം ആ ഒരു ബേഡിൻ്റെ ആ ഒരു കലം കുഞ്ഞുങ്ങളിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ അഴിച്ചു മാറ്റാൻ ഇച്ചിരി പ്രയാസമായിരുന്നു. അത് കെട്ടിവെച്ചതുകൊണ്ട് ഇച്ചിരി സൈഡിലായതുകൊണ്ട് അഴിച്ചു മാറ്റാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ടാണ് ഇവർ 2 പേരിനെ 2 കേജിലോട്ടാക്കിയത്. അപ്പം നിങ്ങളിതുകൂട്ട് കോളനിയായിട്ട് ബേഡ്സിനെ വളർത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഈ കലത്തിൻ്റെ പേരിലായിരിക്കും അവർ കൂടുതലും ഫൈറ്റ് ഉണ്ടാകാനുള്ള ചാൻസ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ഓൾമോസ്റ്റ് ഒട്ടും അടുത്തല്ല, എന്നാൽ വലിയ ദൂരമില്ല. ആ ഒരു ഗ്യാപ്പിലാണ്, ഈ ഒരു ഗ്യാപ്പിലായിരുന്നു അവിടെയും കലം സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു ഗ്യാപ്പിലായിട്ട് പോലും പേരൻസ് തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. അപ്പം ഇതേത് കോളനിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കോളനിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ലവ് ബേഡ്സിൻ്റെ കോളനിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പെയറിന് ഒന്നിൽ കൂടുതൽ കലം ഒബിയസ്ലി വെച്ച് കൊടുക്കണം. പിന്നെ ഈ കലങ്ങൾ തമ്മിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ ചിക്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ചിക്സിനെ വേറെ ബേഡ്സ് അറ്റാക്ക് ചെയ്യുമെന്നുള്ള പേടി കൊണ്ടാണ് ഇവർ അഡ്വാൻസായിട്ട് ബാക്കിയുള്ള ബേഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഈ ഡൗൺ ആയി പോകുന്ന പേരൻസിനെ മറ്റേ ബേഡ് നല്ലപോലെ ഫൈറ്റായി നല്ലപോലെ ക്ഷീണിച്ചാൽ അതൊരു മരണത്തിലേക്ക് വരെ ചെന്നെത്താം. അവരതുവരെ ഫൈറ്റ് ചെയ്യും തമ്മി. അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ വീണ്ടും ബേഡിനെ ആ കോളനിയിൽ തന്നെ ഇടാതെ ഇതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് കേജിലോട്ട് മാറ്റിയിട്ട് സംരക്ഷിക്കുന്നതാണ് നല്ലത്. ഓൾറെഡി അവർ അവർ നല്ലപോലെ ക്ഷീണിച്ചിട്ടുണ്ടാകും. വീണ്ടും അറ്റാക്ക് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ബ്ലഡ് പോയി അവർ ഡെത്തായി പോകാനുള്ള ചാൻസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പേരൻസ് ഡെത്താകുമ്പോൾ
ഒബിയസ്ലി കുഞ്ഞുങ്ങൾ കളത്തിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഡെത്തായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഫുഡ് കിട്ടാതെ അവരും ചത്തുപോകും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇതുകൂട്ട് ഇൻഡിവിജ്വൽ കേജിലേക്ക് പേരൻസിനെ പിടിച്ച് മാറ്റുന്നതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. ഒന്ന് ഇതുകൂട്ട് ഫൈറ്റ് ഉണ്ടാക്കുന്ന വീടിനെ പിടിച്ച് മാറ്റുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് യുക്തിഭദ്രമായ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ.